നമ്മളെല്ലാവരും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, പ്രേക്ഷകരും റെഡി ആയിട്ടിരുന്നോ? കോമഡി റൗണ്ട് ആണ്. അബിനാണ്. വെൽക്കം അബിൻ. അയ്യോ അതാ വന്നു. നമസ്കാരം. പാടേണ്ട കാര്യമില്ല. മകളെ 98 മാറി ഞാൻ പ്രശസ്ത കവി. ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വരികൾ. കവിയുടെ പേരെന്താ? അബിൻ പെരിന്തൽമണ്ണ. അബിൻ പെരിന്തൽമണ്ണ. കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് സാർ. മാമലകൾക്കിപ്പുറത്ത് റബ്ബർ തോട്ടത്തിനടുക്ക് ഫ്ലവേഴ്സ് എന്നൊരു ചാനലുണ്ട്. വലിയ ഫ്ലവേഴ്സ് എന്നൊരു ചാനലുണ്ട്. അവിടെ ടോപ്പറിൽ ടോപ്പായി ടോപ്പ് സിംഗറുണ്ട്. ടോപ്പ് സിംഗറിൽ ടോപ്പായി മീനാക്ഷി ഉണ്ട്. പാടുന്ന കുട്ടികൾക്ക് മനസ്സറിഞ്ഞ് മാർക്ക് തരാൻ നമ്മുടെ സ്വന്തം ജഡ്ജസ് ഉണ്ട്. ഉണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് അതെന്തിനാ പറയുന്നത്? പാട്ടു പഠിപ്പിക്കാൻ ഗ്രൂമേഴ്സ് ഉണ്ട്. താളമടിക്കാൻ ടോപ്പ് ബാൻഡുമുണ്ട്. വത്സലിയുടെ ടോപ്പ് ബാൻഡ് വത്സല എന്ന് സ്വന്തം മുളമുട്ടിൽ ശശി. അതാരാ? എന്റെ തുലിക നാമം. ഏത് മൂട്ടില? മുളമുട്ടിൽ. ഞാൻ കേട്ട മൂലമൂട്ടിൽ. മുളമുട്ടിൽ ശശി. മുളാന്ന് പറയുമ്പോ അത് മുളാന്ന് തന്നെ പറയണം. എന്ന് പറയുമ്പോ മൂളയായി. മുളമുട്ടിൽ ശശി. അല്ല ഇപ്പൊ കോമഡി കഴിഞ്ഞോ? ചെറുതായിട്ട്. ഇനി പാടണേ. ഇതെല്ലായിരുന്നോ അത്? അല്ല. ഇത് തുടക്കം മാത്രം, ഒരു സാമ്പിൾ ആണ്. അയ്യോ, ഞാനിവിടെ മൂന്നാമത്തെ ലൈന് ചുരുത്തി ചേർന്നില്ല, ഷാർപ്പായെന്നൊക്കെ എഴുതിയതാ. തകർക്കടാ. അനിൽ പനച്ചൂരാൻ. കുറച്ച് പാട്ടുകളെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ എഴുതിയ പാട്ടുകളൊക്കെ ഉഗ്രം പാട്ട്, സൂപ്പർ പാട്ട്. ഈ കോവിഡ് എന്ന മഹാമാരി കൊണ്ടുപോയ കലാകാരന്മാർ കുറേ പേരുണ്ട്. അതിലൊരാളാണ്. എന്തായാലും ആ മഹാമാരി ഇനിയും വരുന്നെന്ന് കേട്ട് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പാട്ടിലോട്ട് കിടക്കാം.